സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെട്ടൊരു സമരമുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന ജന്തർ മന്ദിറിൽ നടന്ന CJPയുടെ സമരം, അല്ലെങ്കിൽ ജൻസി സമരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സമരം. നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു കുട്ടികൾ അവരുടെ ജീവൻ മരണ പോരാട്ടം എന്ന രീതിയിൽ കേന്ദ്ര ഭരണകൂടത്തിനും കേന്ദ്ര ഭരണകൂടത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളിലുള്ള തലതിരിഞ്ഞ രീതികളുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഭരണം. പിന്നീടത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജിയിൽ കലാശിച്ചു. കുട്ടികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെയായിരുന്നു സമരം. ഇന്ത്യ കണ്ട ഏറ്റവും അടുത്ത കാലത്ത് വിജയകരമായി മുന്നേറിയ ഒരു സമരം, അല്ലെങ്കിൽ ഒരു സമരം കൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഭരണത്തിൽ നിന്ന് നിഷ്കാസിതനാവുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ച വിജയകരമായ ഒരു സമരം. അപ്പോൾ ഇത്രത്തോളം വിജയകരമായ ഒരു സമരം ഇങ്ങനെ കുട്ടികൾ നടത്തിയത് പല രാഷ്ട്രീയക്കാർക്കും അത് വലിയൊരു ആവേശമായി. എന്തിന്, പ്രതിപക്ഷ നേതാവായ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വരെ അവസാന നിമിഷം ഈ സമരത്തിലേക്ക് വരാനുള്ള കാരണവും ഇത് തന്നെയാണ്. എന്തായാലും അത് ഇന്ത്യയിൽ പല ആളുകൾക്കും മാതൃകയായി. ഇന്നിപ്പോൾ ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണോ എന്നറിയില്ല, കേരളത്തിൽ ജീർണാവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്ന, അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ 99 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2026 കേവലം 35 സീറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ തന്നെ CPMൻ്റെ നില പിന്നെയും ശോഷിക്കുന്ന രീതിയാണ് കണ്ടത്. വീണ്ടും ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ഒരു നിര പരിശോധിക്കുമ്പോൾ CPMൽ അത് വളരെ അധികമാണ്. CPMൻ്റെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ ആ പ്രായപരിധി കഴിഞ്ഞ ആളുകൾ തന്നെ. അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ CPMന് കേരള സംസ്ഥാനത്തിൽ ഒരു പുതിയ നേതൃത്വം വേണം. ഒരു ജൻസി നേതൃത്വം, അല്ലെങ്കിൽ ജൻസികളുടെ മനസ്സറിയുന്ന, അതോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ചില ആളുകൾ ആരാണ് ഉള്ളതെന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ചുറുചുറുക്കുള്ള യുവാക്കൾ രംഗത്തേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ, അതായത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസ് തന്നെ ആ കൂട്ടത്തിൽ ജയിക്കാനുള്ളവരുണ്ട്. അതെ, മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ ജെയ്സി തോമസോ അങ്ങനെയുള്ള ആളുകൾ, ഇനിയിപ്പോൾ കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്ന A റഹീമോ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ, ആര് തന്നെ ആയാലും CPMന് ഒരു യുവതയുടെ ഒരു മുഖം വേണം, യുവതയുടെ നേതൃത്വം വേണം എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നതും. അങ്ങനെയുള്ള താല്പര്യങ്ങൾ പുറത്തു വരുന്നു. അതിനിടയിൽ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയ്ക്കെതിരെ ഉണ്ടായിരുന്ന കേസുകളിൽ അദ്ദേഹം ഇപ്പോൾ ED റെയ്ഡിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. ED മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്നുള്ള ഒരു വാർത്തകളൊക്കെ വരുന്നു. റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CPMൻ്റെ സെപ്റ്റംബറിൽ വിപുലീകരിച്ച സംസ്ഥാന സമിതി ചേരാനിരിക്കുന്നു. അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ജൻസി മോഡൽ ഒരു സംസ്ഥാന സമിതി, അല്ലെങ്കിൽ കൂടുതൽ ചുറുചുറുക്കുള്ളൊരു നേതൃത്വം CPMന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അവിടെ മുഹമ്മദ് റിയാസോ അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ചെറുപ്പക്കാരായ യുവാക്കളിൽ നിന്നുള്ള ചില ആളുകൾ പരിഗണിക്കപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനമായ എൻ്റെ ചോദ്യം. എങ്ങനെയാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? ഞങ്ങളുടെ കാഴ്ചപ്പാട് പ്രതിപദം പറഞ്ഞത് മുഴുവൻ പൂർണ്ണമായും CPMൻ്റെ സ്വഭാവത്തിന്, സംഘടനാ സ്വഭാവത്തിനും ആശയപരമായ സ്വഭാവത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സംഘടനാപരമായ സ്വഭാവങ്ങൾക്കും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ഏറ്റവും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. മറ്റു തടസ്സങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ സിസ്റ്റം വർക്കൗട്ട് ചെയ്യും. ഇതിനു വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങുന്നത് ഇപ്പോഴല്ല തുടങ്ങിയത്. പ്രദീപ് കുമാറിനെ എങ്ങോട്ട് വിട്ടു? അതെ, കോഴിക്കോട്ടുണ്ടായിരുന്ന പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പ്രദീപ് കുമാറിനെ ഒന്നും അല്ലാതാക്കി. അതിലൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ചർച്ചയിലൊക്കെ വന്ന് മാന്യമായി സംസാരിക്കാൻ അറിയാവുന്ന, യുക്തിപരമായി സംസാരിക്കാൻ സമ്പത്തിനെ ഡൽഹി ക്യാബിനറ്റ് രാധാകൃഷ്ണൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വിട്ടു. അങ്ങോട്ടേക്ക് വിട്ടു. ശ്രീരാമകൃഷ്ണനെ പറ്റി എന്താണെന്ന് നമുക്കറിയാം, സ്പീക്കറായിരുന്നു. ഇവർക്ക് കടകംപള്ളിക്ക് പറ്റി ഇവരറിയാം, അവിടെ ശിവൻകുട്ടിക്ക് പറ്റി ഇവരറിയാം. അപ്പോൾ ഇവരെല്ലാം ഓരോ കെണിയിൽപ്പെടുത്തി അനങ്ങാൻ മേലാത്ത രീതിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ റഹീം ഉണ്ടായിരുന്നു. റഹീമിനെ വിട്ടിരിക്കാൻ ഡൽഹിയിലേക്ക് വിട്ടിരിക്കുന്ന വെറുതെ വിട്ടാറില്ല, ഇവിടെ ശല്യം ഉണ്ടാക്കരുത്. ഇനി ഇവരുടെ അക്കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടായിരുന്നു. തനിക്കും തൻ്റെ മരുമകനും എതിരെ വരാവുന്ന ചില ശക്തികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി സമ്പൂർണ്ണമായ ഒരു അഴിച്ചുപണി തന്നെ CPMൽ നടത്തി എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ് പുറമെയുള്ള ആളുകളെ CPMകാർ അവഹേളിക്കും. അത് തന്നെ ഇപ്പോൾ നമുക്കെതിരെയും ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ചില നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ
ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന ശൈലജ ടീച്ചറുടെ വരെ മണ്ഡലം മാറ്റിയിട്ടത് എന്നുള്ളത് എടുത്തു പറയാവുന്ന വസ്തുതയാണല്ലോ. അപ്പോൾ തൻ്റെ മകനും തനിക്കും തൻ്റെ മകൻ തൻ്റെ മരുമകനെതിരെ അല്ലെങ്കിൽ തനിക്കുമെതിരെ ഉയർന്നു വരാവുന്ന രാഷ്ട്രീയ ഭീഷണികളെ നേരത്തെ തന്നെ കണ്ട് വെട്ടിയൊതുക്കുന്നതിൽ പിണറായി വിജയൻ വലിയ സാമർഥ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സാമർഥ്യമൊന്നും ഇപ്പോൾ ഫലിക്കുന്നില്ല. വീണിതില്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. എന്തായാലും പുതിയ കാലത്തിനനുസൃതമായി CPM ഒരു തീരുമാനം കൈക്കൊള്ളാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നേതൃത്വം ഉണ്ടാവാനോ സാധ്യതയുണ്ട് എന്ന് രാജ്മോഹൻ സാർ വിവക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഒരു MP രാഘവൻ പണ്ട് ഉയർത്തിയൊരു ഇതുണ്ട്, മലബാറിലും പ്രത്യേകിച്ച് കേരളത്തിലും പ്രത്യേകിച്ച് മലബാറിലും മുസ്ലിം അണികൾ, മുസ്ലിം ലീഗിൻ്റെ അണികളല്ല, മുസ്ലിം അണികൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ CPM നിന്ന് അകന്നു പോയപ്പോൾ MP രാഘവൻ പറഞ്ഞ മുസ്ലിം ലീഗുമായിട്ട് മുന്നണി ഉണ്ടാക്കണം, അല്ലെ മുസ്ലിം ലീഗുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ MP രാഘവനെ പുറത്താക്കിയ പാർട്ടിയാണ് CPM. മറിച്ച് ഇപ്പോൾ അവരുടെ ചിന്ത അത് ഒരു ന്യൂനപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയാൽ, ന്യൂനപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, CPM മുഖ്യമന്ത്രിയാകാൻ പോകുന്നെങ്കിൽ ഇപ്പോൾ CPM നഷ്ടപ്പെട്ടിരിക്കുന്ന മുസ്ലിം വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊരു കണക്കുകൂട്ടലിലായിരിക്കും ഇപ്പോൾ മറ്റ് ബുദ്ധിശക്തികൾ ചിന്തിക്കുന്നത്. എന്നിട്ട് ഇത് പരസ്യപ്പെടുത്തും. ആ കാറ്റഗറിയിലും പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ഒരാളാണ് മുഹമ്മദ് റിയാസ്. ചെറുപ്പക്കാരനെന്താ പരിഗണന വന്നാൽ നിങ്ങൾ പ്രായത്തിൻ്റെ പരിഗണന വെച്ചാൽ റിയാസിന് മുഖ്യമന്ത്രിയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പല ചോയ്സ് വന്നു കഴിയുമ്പോൾ ഒറ്റ ചോയ്സിലേക്ക് അവസാനിക്കും. അതാണ് റിയാസ്. അപ്പോൾ ഈ ജെൻസി എന്നുള്ള പരിപാടി സാധാരണ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി സംഘടനാ ചട്ടങ്ങളും പരിപാടികളും നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നാട്ടുകാരിൽ നിന്നും അവർ പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം എല്ലാ തരം സംഘടനാ രീതിയും, അളവ് നയവും അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാവർക്കും അറിയാം. അപ്പോൾ ജെൻസിയിൽ നിന്ന് പഠിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു എന്നൊന്ന് ആലോചിക്കണം. പക്ഷേ അപ്പോൾ ഇത് പഠിക്കുന്നുണ്ട്. ജെൻസി എന്ന മോഡൽ CPM അവതരിപ്പിക്കുന്നത് കൊണ്ട്, ജെൻസി മോഡൽ CPM സംഘടനാ ചട്ടക്കൂട്ടിൽ ആവേശിപ്പിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അതിന് ഉദ്ദേശം മറ്റൊന്നുമല്ല, സമരം ചെയ്യാനോ ബഹളം വയ്ക്കാനോ അല്ല. കാരണം PSC മെമ്പർമാരുടെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, കള്ളത്തരം ഇവിടെ നടക്കുന്നുണ്ട്. ഇവരൊന്നും അവിടെയൊന്നും DYFI ഇറങ്ങിയിട്ടില്ല. അല്ല, അവിടെ തുടങ്ങണം. സ്വന്തം PSC മെമ്പർമാർക്കെതിരായിട്ട് അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാർക്കെതിരായിട്ട് പക്ഷേ അതിന് പകരം ജെൻസി മോഡലിലേക്ക് സംഘടനാ ചട്ടക്കൂട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ പുതിയ കുറേ പിള്ളേരെ ഇപ്പോൾ ചിന്താചാരവിനെ ഓളപ്പസരം കൊണ്ടുവരില്ലേ, നാളെ വേറെ അവരുടെ PP കണ്ണൂർ കൊണ്ടുവരും. അങ്ങനെ ഇഷ്ടംപോലെ താരങ്ങളുണ്ട്. അത്തരം താരങ്ങളെ വെച്ച് കഴിഞ്ഞാൽ റിയാസിന് ചലഞ്ച് വരുന്നില്ല. റിയാസിനെ ഒരിക്കലും ചലഞ്ച്. റിയാസ് അൺഡിസ്പ്യൂട്ടഡ് ലീഡറായിട്ട്, യുവത്വത്തിൻ്റെയും പാർട്ടിയുടെയും ലീഡറായിട്ട് റിയാസിനെ മാറ്റാൻ ഇനിയുള്ള ഏക മാർഗം ഈ കേസ് പിടിക്കപ്പെട്ട് നാളെ ED വന്ന് റിയാസിൻ്റെ വീട്ടിലേക്കും കൂടെ വന്നു കഴിഞ്ഞാൽ സംഭവം അങ്ങ് മാറും. അതിന് പകരം റിയാസിനെ ലീഡർഷിപ്പിൽ കൊണ്ടുവരാനൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജെൻസിയിലേക്കുള്ള ഇപ്പോഴത്തെ മാറ്റം കാണുള്ളൂ. അങ്ങനെ മാറാൻ പറ്റുന്നൊരു പ്രസ്ഥാനമല്ല. ജെൻസിയേക്കാളൊക്കെ വിലപ്പെട്ടതാണ് മാർക്സിസത്തിൻ്റെ ആശയങ്ങൾ. അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം CPM-നില്ല. എന്തായാലും ഒരു അഴിച്ചുപണി ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അഴിച്ചുപണിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് CPM കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിലുള്ള ചില മുതിർന്ന നേതാക്കളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ പിണറായി വിജയൻ MP ഗോവിന്ദിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ചില ആരോപണങ്ങൾ സജീവമായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ സെപ്റ്റംബറിൽ കൂടുന്ന വിപുലീകരിച്ച സംസ്ഥാന സമിതിയിൽ ഇതിനൊരു തീരുമാനമുണ്ടാകും. അന്ന് നമുക്കത് കണ്ടറിയാൻ സാധിക്കും. മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ജെൻസിയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കുമോ എന്നുള്ളത് അതുവരെ ED കാത്തു നിൽക്കുകയാണെങ്കിൽ.